ഹലോ കൂട്ടുകാരെ, മഴ തോരും മുമ്പേ ഇന്ന് പുതിയ സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ അനീന മുത്തശ്ശിയുടെ റൂമിലാണ് കേട്ടോ കിടക്കണേ. മുത്തശ്ശിയുടെ താഴെയാണ് കിടക്കണം. എന്നിട്ട് രാവിലെ എണീറ്റിട്ട് തൊഴുകണമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പോയി മുത്തശ്ശിയുടെ കാല് പിടിച്ച് തൊഴുകണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, മുത്തശ്ശി പറഞ്ഞു, എന്താ മോളെ നീ എന്തിനാ എൻ്റെ കാല് തൊഴുകണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി എൻ്റെ മുത്തശ്ശിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ അതെ, നീ എൻ്റെ മകളുടെ മോളാണെന്ന് കരുതിക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷമാവുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ. എന്നിട്ട് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി ഇവിടെ ഇവിടുത്തെ എവിടെയെങ്കിൽ അമ്പലം ഉണ്ടോ, കീർത്തനമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ മോൾ എവിടെ അടുത്ത അമ്പലമുണ്ട്, നീ അമ്പലത്തിൽ പോയിട്ടുണ്ടോ ചോദിക്കുന്നുണ്ട്. ആ പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞിട്ടാണ് അവൾ പറയുന്നുണ്ട്, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരട്ടെ മുത്തശ്ശി എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് നമ്മളെ മനു ആ റൂമിലേക്ക് വരുന്നത്. മനു വന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശിയോട്, എന്താ മുത്തശ്ശി ഈ റൂമൊക്കെ കാട്ടിയണേ, ഇത്രയും വൃത്തികെട്ട റൂം ഇത്ര വൃത്തിയാക്കിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ആ പെങ്കൊച്ചിൻ്റെ പണിയാണെന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. ആ സമയത്താണ് അലീന കുളിച്ചിട്ട് കയറി വരുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് മനു പറയുന്നുണ്ട്, എന്താ അലീന നീ ഈ റൂമൊക്കെ കാട്ടി വെച്ചിരിക്കണേ, ഞങ്ങൾ മുത്തശ്ശി എത്രയും പെട്ടെന്ന് തെക്കോട്ട് എടുക്കട്ടെ എന്ന് വിചാരിക്കുമ്പോൾ നീ എന്തിനാ അത്രയും വൃത്തിയാക്കി വെച്ചണേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് ആകെ വിഷമമുണ്ട്, എന്താ ഈ മനു പറയണമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പം മുത്തശ്ശി മനുവിനെ വിളിച്ചിട്ട്, ഇങ്ങോട്ട് വാടാ, എന്തിനാ ആ കൊച്ചിനിങ്ങനെ വിഷമിപ്പിക്കണേ, രണ്ട് നല്ല വാക്ക് പറയുക പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയുള്ളൂ മുത്തശ്ശി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഞാൻ പോവാം മുത്തശ്ശി, എനിക്ക് ബാംഗ്ലൂർ പോകണം എന്ന് പറയുന്നുണ്ട്. നീ ഇപ്പം എന്തിനാ ഇപ്പം തന്നെ പോകണം, ഞാൻ 2-3 ദിവസമായില്ലേ വന്നല്ലേ, ആ ബാംഗ്ലൂർ സിറ്റി ഞാൻ ഇല്ലെങ്കിലൊക്കെ അതില്ലാതെ ആവും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് അതൊക്കെ മുത്തശ്ശിയോടൊക്കെ യാത്ര പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അലീനോട് പറയുന്നുണ്ട്, ഇങ്ങനെ പോയാൽ മുത്തശ്ശി എത്രയും പെട്ടെന്ന് മോർണിംഗ് വാക്കിന് പോകുമെന്നൊക്കെ പറഞ്ഞ് അലീനോട് ബായ് ഒക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനയുടെ അമ്മയാണ് കേട്ടോ, വൈജയന്തിയാണ്. അവിടെയാണ് വൈജയന്തി വന്നിട്ട് താഴെ വന്നിട്ട് പണിക്കാരത്തെ കുഞ്ഞുമോളെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇവിടെ ആരും കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുമോളോട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുമോൾ വരുന്നുണ്ട് കേട്ടോ. കുഞ്ഞുമോളോട് പറയുന്നുണ്ട്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുങ്ങിയോ, കുട്ടികളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ ആക്കിയോ, ലഞ്ചൊക്കെ ആക്കിയോ, വാട്ടർ ബോട്ടിലൊക്കെ ആക്കിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പണിക്കാരത്തി ദേഷ്യപ്പെട്ടിട്ട് പറയുന്നത്, എനിക്ക് 2 കയ്യേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. നിൻ്റെ അഹങ്കാരമൊക്കെ തീരാൻ പോവാണ്, ഞാൻ വേറൊരു പണിക്കാരത്തെ കൊണ്ടുവരാൻ പോവാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നിൽക്കണ പോലെ വേറെ ആരും ഇവിടെ നിൽക്കില്ല എന്നൊക്കെ ആ പണിക്കാരത്തി വൈജയന്തിയോട് പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ടിട്ട് പിന്നെ അപ്പോഴേക്ക് വൈച്ച 2 കുട്ടികളെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് കുട്ടികളോട് പറയുന്നുണ്ട്, ബുക്കൊക്കെ എടുത്ത് വെച്ചോ, കോളേജിൽ പോകാറായില്ലേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. രോഹിത് എവിടെയാണ്, മോൻ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ മുകളിലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പോയി അച്ഛനെ വിളിച്ചിട്ട് വായോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, ബാലചന്ദ്രനെ വിളിച്ചിട്ട് വായോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അപ്പോഴേക്കും അവൾക്കൊരു ഫോൺ വരുന്നുണ്ട്. ഫോൺ വരുന്ന സമയത്ത് അത് ശിവനാണ്. ശിവൻ പറയുന്നുണ്ട്, വൈജയന്തിയോട് പറയുന്നുണ്ട്, ഞാൻ മറ്റന്നാൾ പോയിട്ട് എനിക്ക് അറിയാമല്ലോ, നീ അമ്മേനെ അങ്ങോട്ട് കൊണ്ടുപോകണില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, അവിടുത്തെ പണിക്കാരത്തി എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശിവൻ പറയുന്നത് നല്ല കുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വന്ന് നോക്കട്ടെ, എത്ര നല്ല കുട്ടിയാണ്, ഞാനൊന്ന് വന്ന് നോക്കട്ടെ, അങ്ങനെ കണ്ണടിച്ച് ആരെയും വിശ്വസിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എത്ര നേരത്തെ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഈ സൈറ്റിൽ വിസിറ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പണ്ടത്തെ പോലെയല്ല, ലോൺ മാനേജർ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അപ്പം നിനക്ക് നിൻ്റെ പണി നോക്കി പോയിക്കൂടെ, എന്തിനാ രാവിലെ ഞങ്ങളെയൊക്കെ ഇങ്ങനെ ബഹളം കൂട്ടി വിളിക്കണത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ്റെ മോള് പറയുന്നുണ്ട്, അത് രാവിലെ അമ്മ പോകുമ്പോഴേക്കും ഇവിടെ ഒരു യുദ്ധക്കള ആക്കും എന്നൊക്കെ പറയുന്നുണ്ട്. കേട്ടില്ലേ നീ മോള് പറയണത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഒരാളും കൂടി വരാണ്ട്, അവനും കൂടി വന്നാൽ പിന്നെ അവൻ്റെ വായിലുള്ളതും കൂടി കേൾക്കണ്ടേ, അതിന് മുന്നേ നീ പോയിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മറ്റേ വൈജയന്തി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാണ് കേട്ടോ. പിന്നെ കാണിക്കേണ്ടത് നമ്മൾ അലീനയാണ്. അലീന രാത്രി ആവുന്നുണ്ട്. അലീന ഇരുന്ന് കഞ്ഞി കുടിക്കുന്നുണ്ട്, നിലത്തിരുന്ന് കഞ്ഞി കുടിക്കുന്നുണ്ട്. കഞ്ഞിയൊക്കെ കുടിച്ച് അവൾ പാത്രങ്ങളൊക്കെ കഴുകാൻ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്താണ് നമ്മളുടെ കമല വരുന്നുണ്ട്. കമല വന്നിട്ട് ചോദിക്കുന്നത്, ഇനിയും കഴിഞ്ഞില്ലേ എൻ്റെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേഗം ആ പാത്രമൊക്കെ കഴുകിയിട്ട് അടുക്കളയൊക്കെ തുടച്ചിട്ട് ഡൈനിങ് റൂമൊക്കെ തുടച്ചിടുക എന്നൊക്കെ പറയുന്നുണ്ട്. തള്ളേ നോക്കണ വലിയ മല മറയ്ക്കണ പണിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നീ വേറെ വീട് നോക്കണ്ടേരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതിന് ഞാനൊന്നും ചെയ്യില്ല പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ചെയ്യില്ല എന്ന് പറയരുതെന്ന് പറഞ്ഞിട്ട് കമല കയറി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഹരിശങ്കർ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അലീനോട് പറയുന്നുണ്ട്, എന്താ പണിയൊന്നും കഴിഞ്ഞില്ലേ, അമ്മ പറയുന്നതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ രാത്രി വരും, മുത്തശ്ശിയുടെ റൂമിലേക്ക് വരും, വന്ന് തട്ടും, അപ്പോൾ നീ ഉറങ്ങിക്കളയരുത്, മുത്തശ്ശിയുടെ റൂമിൻ്റെ വാതിൽ തുറക്കണം എന്നൊക്കെ പറയുന്നത്. അത് കേട്ടിട്ട് അനില ഞെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഹരി എന്നിട്ട് കമല മേലെന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പേടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ പോകുന്ന സമയത്ത് പറയുന്നുണ്ട്, മറക്കരുത് കേട്ടോ, റൂം തുറക്കാൻ മറക്കരുത് എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന മുത്തശ്ശിയുടെ റൂമിലേക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് മുത്തശ്ശിയോട് പറയണത്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എടി നീ വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ കഴിച്ചു മുത്തശ്ശി, എനിക്ക് വയറ് നിറച്ചും കഴിച്ചോ ചോദിക്കുന്നുണ്ട്. ആ കഴിച്ചു പറയുന്നുണ്ട്. കമല
പുളിച്ചതൊക്കെ തരുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല മുത്തശ്ശി, എനിക്ക് മുത്തശ്ശി കഴിച്ച പോലെ ഞാൻ കഞ്ഞിയൊക്കെ കുടിച്ചു എന്ന് പറയുന്നുണ്ട്. വയറ് നിറച്ചിട്ട് കഴിച്ചിട്ടില്ലാത്തവരുടെ പ്രാക്ക് കേട്ടാൽ വലിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല മുത്തശ്ശി, എനിക്ക് വയറ് നിറച്ച് ഭക്ഷണം കിട്ടിയിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല, നീ മാത്രമേ കമലയെക്കുറിച്ച് ഒരു കുറ്റവും പറയാതിരിക്കുള്ളൂ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ആ കഷായം ഒന്ന് എടുത്തേന്ന് പറയണ്ട. അപ്പോൾ ഇത് ജീരകാരി ഇഷ്ടമാണ് മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ ആ അലമാര തുറന്നിട്ട് കഷായം മുത്തശ്ശിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിച്ചിട്ട് മുത്തശ്ശിയെ മെല്ലെ കടത്തുന്നുണ്ട്. കടത്തി കഴിഞ്ഞിട്ട് മുത്തശ്ശിയുടെ തല തൊട്ടിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അപ്പോൾ എന്താ മോള് പ്രാർത്ഥിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, മുത്തശ്ശിക്ക് വേഗം സുഖപ്പെടണേ, ഈ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരുത്തണേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മോളെ പോലെ ഇങ്ങനെ നല്ലത് ചിന്തിക്കാൻ മോൾക്ക് മാത്രമേ കഴിയൂ, ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ മോളെ കഷ്ടപ്പെടുത്തിയിട്ടും ഒക്കെ മോൾക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല, എല്ലാവർക്കും നല്ലത് വരണേന്നും ഒരു ശമ്പളക്കാരത്തി എന്ന ഇതിൽ നിനക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ കഴിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്, ശമ്പളം വാങ്ങണ ആളായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, മുത്തശ്ശി പറയുന്നുണ്ട്, ഇതൊക്കെ മോൾ എവിടുന്നാണ് പഠിച്ചതെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ അപ്പോൾ അവൾ ആ മമ്മിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ബ്രിജിറ്റ മമ്മിയാണ് ഇതൊക്കെ പഠിപ്പിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു മമ്മി ഈ ലോകത്ത് വേറെ ആർക്കും കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീയല്ലേ പറഞ്ഞ നീ അനാഥയാണെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞത്, അപ്പോൾ നിനക്ക് മമ്മി ഉണ്ടോ ചോദിക്കുന്നുണ്ട്. അല്ല, അത് ഞങ്ങളുടെ അനാഥാലയത്തിൽ എല്ലാവരുടെയും മമ്മിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിനക്ക് നിൻ്റെ അമ്മയും അച്ഛനെയൊന്നും കാണാൻ കഴിഞ്ഞിട്ട് വല്ലാത്ത സങ്കടമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ലോകമാണ് മുത്തശ്ശി എൻ്റെ തറവാട്, ഇവിടുത്തെ എല്ലാ ആൾക്കാരും എൻ്റെ അനിയനും ഏട്ടനാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കുടുംബാംഗങ്ങളാണെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോൾ പോയി കടന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൾ താഴെ പായൊക്കെ വിരിച്ച് കിടക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് നമ്മുടെ ഹനീഷങ്കർ വന്നിട്ട് രാത്രി വന്ന് വാതിൽ മുട്ടുന്നുണ്ട് കേട്ടോ. അത് കേട്ടി ഞെട്ടി ഉണരുന്നുണ്ട് അലീന. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലുള്ള എപ്പിസോഡിൻ്റെ വിശേഷം നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.